രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമായണം 8-ാം ദിവസം നമുക്ക് ഇന്നത്തെ വ്യാഖ്യാനം കേൾക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് 7-ാം ഭാഗം പറഞ്ഞത് വനയാത്രക്കിറങ്ങിയ സീതാരാമ ലക്ഷ്മണന്മാർ സുമന്ത്രരും ഒക്കെയായി ഗംഗാനദിയുടെ തീരത്തെത്തുമ്പോൾ ഗുഹൻ അവിടേക്ക് എത്തുകയും അവരെ ആനയിക്കുകയും ചെയ്യുന്ന ഭാഗമായിരുന്നു. ശൃംഗിവേരാപുരം മുക്കുവരുടെ നാടാണ്. അവിടെ രാജാവായ ഗുഹൻ രാമന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ആറ്റിൻ്റെ തീരത്ത് രാമനും പരിവാരങ്ങളും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സുഹൃത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്കായി കട്ടിൽ, കിടക്ക, പുൽപ്പായ, പീഠം തുടങ്ങിയവയും ധാരാളം പഴങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെയായി ആ ഓടമരച്ചുവട്ടിലേക്ക് ഗുഹൻ ഓടിയെത്തി. ഗുഹനെ കണ്ടപ്പോൾ രാമൻ വളരെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത ശേഷം, ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ചങ്ങാതി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീട്ടിൽ എന്നൊക്കെയുള്ള കുശല അന്വേഷണങ്ങളൊക്കെ ചോദിച്ചു. നീ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം വളരെ നന്നായിരിക്കുന്നു, പക്ഷേ എൻ്റെ വിവരം നീ അറിഞ്ഞിട്ടുണ്ടാകില്ല. അച്ഛൻ്റെ വാഗ്ദാനം നിറവേറ്റാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ്. 14 വർഷത്തേക്കാണ്, അത് വനവാസത്തിന് പോവുകയാണ് ഞാൻ. അതുകൊണ്ട് നീ കൊണ്ടുവന്ന സമ്മാനങ്ങളൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ രാമന്റെ മനോവികാരം മനസ്സിലാക്കിയ ഗുഹൻ പിന്നെ അധികമൊന്നും രാമനോട് സംസാരിച്ചില്ല. ഗുഹന്റെ ഉള്ളിൽ വല്ലാത്ത ദുഃഖം തോന്നി. ആ രാത്രി രാമനും സീതയും വെള്ളം മാത്രം കഴിച്ച് ഗുഹൻ കൊണ്ടുവന്ന ദർഭപ്പുല്ല് വിരിച്ച് മരത്തിന്റെ ചുവട്ടിൽ കിടന്നു. അപ്പോൾ ഗംഗാനദി വളരെ ദുഃഖത്തോടുകൂടി ഇങ്ങനെ ഒഴുകുകയാണ്. ലക്ഷ്മണൻ കിടക്കുകയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തില്ല. അത് കണ്ടിട്ട് ഗുഹൻ, എന്താ ലക്ഷ്മണകുമാര അങ്ങ് ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ജ്യേഷ്ഠന്റെ അംഗരക്ഷകനായി വന്നിരിക്കുകയാണ് എന്ന് ലക്ഷ്മണൻ ഗുഹനോട് പറയുന്നു. അപ്പോൾ ആശ്ചര്യത്തോടെ ഗുഹൻ പറയുന്നു, ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല, കാണുന്നതെല്ലാം കാവൽഭടന്മാരാണ്, എന്തിന് കുമാരൻ ഉറക്കമുളയ്ക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഞാൻ ഉറക്കം കളഞ്ഞ് കാത്തിരിക്കാം, ജ്യേഷ്ഠന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം, കുമാരൻ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ എന്തും ചെയ്യുന്ന സുഹൃത്താണെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ഓർത്തു നോക്കൂ ചങ്ങാതി, എനിക്ക് എങ്ങനെ ഉറക്കം വരും? ഇന്നലെ പട്ടാഭിഷേകത്തിനായി രാജ്യഭാരം കയ്യിലേൽക്കേണ്ടിയിരുന്ന എൻ്റെ ജ്യേഷ്ഠൻ ഇന്നിപ്പോൾ എവിടെയാണ് കിടന്നുറങ്ങുന്നത്? പുഴവക്കിലെ മണൽത്തിട്ടയിൽ. എനിക്കെങ്ങനെ ഉറക്കം വരും സുഹൃത്തെ? അച്ഛൻ്റെ സ്ഥിതിയോ? വയസ്സുകാലത്ത് ഒരു വഞ്ചനയിൽ കുടുങ്ങിയതിൻ്റെ ഫലമായി ഗത്യന്തരമില്ലാതെ കൃഷ്ണമണി, തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പറിച്ചെറിയും പോലെയാണ് അച്ഛൻ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചത്. ഞങ്ങളുടെ തേരിൻ്റെ പിന്നാലെ രാമ, സീതയെ, ലക്ഷ്മണ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അച്ഛൻ ഓടി വരുന്ന കാഴ്ച എൻ്റെ കണ്ണിൽ നിൽക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ കരഞ്ഞപ്പോൾ ഗുഹൻ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിരുന്ന് ആ രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. അടുത്ത ദിവസം രാമലക്ഷ്മണന്മാർ അവരുടെ തലമുടി ഗുഹൻ കൊണ്ടുകൊടുത്ത പേരാൽ വൃക്ഷത്തിന്റെ പശ പുരട്ടി മുനിമാരെ പോലെ ജടയാക്കി പിരിച്ചു ശിരസിൽ കിരീടത്തിന്റെ ഒരു ആകൃതിയിൽ കെട്ടിവെച്ചു. മുടിയുടെ കാര്യം പിന്നീട് ശ്രദ്ധിക്കേണ്ടി വരുന്നതേയില്ല. മഴയും വെയിലും മഞ്ഞും ഒന്നും ഏൽക്കാതെ ശരീരഭാഗത്തെ രക്ഷിക്കുവാനും ഈ ജട അവരെ സഹായിക്കും. അതിനുശേഷം മന്ത്രിയെ നാട്ടിലേക്ക് തിരിച്ചയക്കേണ്ട ഘട്ടമായി സുമന്ത്രരെ. അപ്പോൾ തന്നെയും കൊണ്ടുപോകണം, തനിക്കിനി അയോധ്യയിലേക്ക് പോകേണ്ട എന്ന് കുട്ടികളെ പോലെ ശാഠ്യം പിടിച്ച് വിഷമിക്കാൻ തുടങ്ങി സുമന്ത്രർ. രാമന് സുമന്ത്രരൊരു മന്ത്രി മാത്രമല്ല,
ഒരു വയോധികനും ശുദ്ധാത്മാവും സ്നേഹശീലനുമാണ്. അദ്ദേഹത്തെ ഒരു കാരണവരെ പോലെയാണ് രാമൻ കണ്ടിട്ടുള്ളത്. അതിനാൽ എതിര് പറഞ്ഞു മുഷിപ്പിക്കുവാനോ കൽപ്പന കൊടുത്ത് അനുസരിപ്പിക്കുവാനോ രാമന് ഇഷ്ടമായിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, സുമന്ത്രരെ, അങ്ങ് തിരികെ പോകണം. അങ്ങ് തിരികെ ചെന്നില്ലെങ്കിൽ രാമൻ വനത്തിലെത്തിയിട്ടില്ല എന്ന് വീട്ടിൽ കൊട്ടാരത്തിലുള്ളവർ കരുതും. അങ്ങ് തിരിച്ചു ചെന്നാൽ മാത്രമേ ഞങ്ങൾ വനത്തിലെത്തിയതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം അവിടെ എത്തുകയുള്ളൂ. അപ്പോൾ അങ്ങ് അതുകൊണ്ട് തിരിച്ചു പോവുക, തീർച്ചയായും പോവുക എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. പിന്നീട് സുമന്ത്രൻ അങ്ങനെ രാമൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ സീതയും രാമനും ലക്ഷ്മണനും ഗുഹന്റെ തോണിയിൽ കയറി ഗംഗാനദി കടക്കുന്നതും നോക്കി മുട്ടോളം വെള്ളത്തിൽ എത്ര നേരമാണ് അവിടെ നോക്കി നിന്നതെന്ന് അറിഞ്ഞുകൂടാ. അത്രയ്ക്കും നേരം അദ്ദേഹം അവിടെ നിന്നു. തോണികൾ കണ്ണിൽ നിന്നും മറയുന്നത് വരെയും അദ്ദേഹം അവിടെ ആ നദിയിൽ ഇങ്ങനെ നിന്നു. രാമൻ കയറിയ തോണിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം തോണി കണ്ണിൽ നിന്നും മറഞ്ഞ ശേഷം വെള്ളമെടുത്ത് മുഖം കഴുകി കണ്ണുനീർപ്പാടുകൾ മായ്ച്ചു കളഞ്ഞ ശേഷം അദ്ദേഹം ഒഴിഞ്ഞ തേരുമായി അയോധ്യയിലേക്ക് തിരിച്ചു. അങ്ങനെ ഗംഗ കടന്നാൽ വത്സദേശമാണ്. അവിടുത്തെ കാട്ടിൽ വിശപ്പടക്കുവാൻ കായും കിഴങ്ങുകളും ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഒരു മാനിനെ അമ്പെയ്തു കൊന്ന് അതിന്റെ മാംസം കാട്ടിലെ അവരുടെ ആദ്യത്തെ ആഹാരമാക്കുവാൻ അവർ നിശ്ചയിച്ചു. മാനിനെ കിട്ടിയാൽ 2 ഉപയോഗമുണ്ട്. ആഹാരത്തിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ തോല് ഇരിക്കുവാനും കഴുകി ഉണക്കി എടുത്ത് ഇരിക്കുവാൻ ഉപയോഗിക്കാം മാൻതോല്. അങ്ങനെ ചെറിയ കഷണങ്ങളാക്കി മാനിൻ്റെ ഇറച്ചി മുറിച്ച് കാട്ടിൽ ഉണക്കക്കമ്പുകളിൽ തീ ജ്വലിപ്പിച്ചു അത് അമ്പുകളിൽ കുത്തി കോർത്ത ശേഷം തീയിൽ കാട്ടി വേവിച്ച് അങ്ങനെ എടുത്ത് കഴിച്ചാണ് അവർ 3 പേരും വിശപ്പടക്കിയത്. ആ വിധിയുടെ വൈപരീത്യമാണ് നമ്മളവിടെ കാണുന്നത്. ധാരാളം ദാസീദാസന്മാർക്കിടയിൽ സർവ്വവിധ സുഖ സൗകര്യങ്ങളോടും കൂടി വിഭവസമൃദ്ധമായ ഭക്ഷണവും ആർഭാട ജീവിതവും നയിച്ചു പോന്ന സീത എന്ന പെൺകുട്ടിക്കും രാമലക്ഷ്മണന്മാർക്കും വിശപ്പടക്കുവാൻ മറ്റൊന്നും കിട്ടാതെ ഒരു മാനിനെ വേട്ടയാടി പിടിച്ച് അതിനെ മാംസം ചുട്ടു തിന്നേണ്ടി വന്ന സ്ഥിതിവിശേഷം ഓർക്കുമ്പോൾ ആർക്കാണ് വിധിയെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയാതിരിക്കുക? കാട്ടാറിലെ വെള്ളം കുടിച്ച ശേഷം അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. ലക്ഷ്മണൻ കുലച്ച വില്ലും ശരങ്ങളും ആയുധങ്ങളുമൊക്കെയായി മുൻപിൽ നടന്നു. പിന്നീട് സീതാദേവി അവസാനം രാമദേവനുമായി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കാട്ടിലൂടെ. അപ്പോൾ അവർ എത്തിച്ചേർന്ന ആ കാട്ടിൽ, ഒരു വലിയ കാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ ഇരുട്ട് ആയി. അവിടെ ഒരു വൃക്ഷച്ചുവട്ടിൽ അന്നത്തെ രാത്രി അവർ കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. കാട്ടിലെ അവരുടെ ഒന്നാമത്തെ ഒരു രാത്രിയായിരുന്നു അത്. അതൊരു വല്ലാത്ത ഒരു രാത്രിയായിരുന്നു. കാടിന്റെ ഭീകരത, തലയ്ക്ക് മീതെ മരച്ചില്ലകളിൽ രാപക്ഷികൾ ചിറകടിച്ച് ശല്യമുണ്ടാകുന്നു, കാട്ടുജന്തുക്കളുടെ നാനാതരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾ. ഇത് മാത്രമല്ല, അത് പുറമേ ഉള്ളത്. പിന്നെയോ അവരുടെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം കൊട്ടാരത്തിൽ നടന്ന നാടകീയ രംഗങ്ങളും വിഷമങ്ങളും അച്ഛൻ്റെ തീവ്രവേദനയും അമ്മയെ പിരിഞ്ഞ വേദനയും എല്ലാം അവരുടെ ഉറക്കത്തെ നഷ്ടമാകുന്ന സംഭവങ്ങളായിരുന്നു. പിറ്റേന്ന് പകൽ മുഴുവൻ നടന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപ് അവർ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ഭരദ്വാജ ആശ്രമത്തിന് സമീപം വെച്ചാണ് യമുന നദി ഗംഗയോട് ചേരുന്നത്. ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സരസ്വതി നദിയും ഇവിടെ വെച്ചാണ് ഗംഗയോട് ചേരുന്നത്. ഈ 3 നദികളും ഒന്നിക്കുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്ന പ്രയാഗ. ഭരദ്വാജ മുനി രാമകുമാരനെയും സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയും യഥോചിതം സ്വീകരിച്ച് ആശ്രമത്തിലെ വിശിഷ്ട അതിഥികളായി കരുതുകയും സുഖമായ ഭക്ഷണം നൽകി സൽക്കരിക്കുകയും ചെയ്തു. രാമനിൽ നിന്നും സംഗതികളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ദയാലുവായ മുനിക്ക്
ആ 14 കൊല്ലവും രാമാദികളെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ താമസിപ്പിച്ചാൽ എന്താ എന്നായി ചിന്ത. പക്ഷേ രാമൻ ഭരദ്വാജ മുനിയുടെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ മഹർഷി, നാനാ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ തീർത്ഥാടനത്തിനും മറ്റുമായി വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഈ പ്രദേശത്ത് താമസിക്കുന്നത് ഉചിതമല്ല. അതിനാൽ നാടും നഗരവും ഒന്നുമില്ലാത്ത, അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. രാമൻ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമായ മഹർഷി ചിത്രകൂട മലയുടെ പരിസര സ്ഥലം ആശ്രമം കെട്ടി താമസിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞു. അവിടെ പണ്ട് മുനിമാർ പാർത്തിരുന്നതായിട്ടറിയാം. ഏത് കാലവും തെളിനീര് ഒഴുകുന്ന മന്ദാകിനിയും തൊട്ടടുത്ത് മാൻപേടകൾ മേയുന്ന നിരപ്പായ പുൽപ്രദേശങ്ങളും വൃക്ഷലതാദികളും ധാരാളം കായ്കളും കിഴങ്ങുകളും സമൃദ്ധമായി ലഭിക്കുന്ന ഇടതൂർന്ന സ്ഥലങ്ങളും ഒക്കെയുണ്ട്. ഇവിടെ നിന്ന് ഏറിയാൽ 20 or 25 നാഴിക ദൂരമേയുള്ളൂ എന്ന് ഭരദ്വാജ മഹർഷി പറയുകയാണ്. ഈ രാത്രി രാമലക്ഷ്മണന്മാരും സീതാദേവിയും നന്നായിട്ട് ഉറങ്ങി ഭരദ്വാജ ആശ്രമത്തിൽ. പിറ്റേന്ന് കാലത്ത് രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഭരദ്വാജ ആശ്രമം വിട്ടിറങ്ങി. ചിത്രകൂടത്തിലേക്ക് പോകാൻ നിശ്ചയിച്ച വഴിയൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും മുനി പറഞ്ഞുകൊടുത്ത അടയാളങ്ങൾ നോക്കി നോക്കി അവർ നടന്നു. ആദ്യത്തെ അടയാളം ഒരു കൂറ്റൻ വടവൃക്ഷമായിരുന്നു. ചുറ്റുപാടും വേരുകൾ ഇറക്കി പരിസര പ്രദേശം മുഴുവൻ കൈയടക്കി തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു പേരാൽ മരം. ആ മരം കണ്ടിട്ട് അതിനഭിമുഖമായി തെക്കോട്ട് അവർ വീണ്ടും നടന്നു. ഏതാണ്ട് ഉച്ചയെടുത്തപ്പോൾ യമുനാ നദിയുടെ കരയ്ക്കെത്തി. അക്കരെ പറ്റാൻ എന്ത് ചെയ്യും? ഗംഗാനദി കടത്തിക്കൊടുത്ത ഗുഹനെ അപ്പോഴവർ ഓർത്തു. അങ്ങനെ ആ നദി എങ്ങനെ കടക്കും എന്ന് ചുറ്റിനും നോക്കിയപ്പോൾ ധാരാളം മുളങ്കൂട്ടം നിൽക്കുന്നത് കണ്ടു. അവയുടെ ചുറ്റും വീണ് കിടക്കുന്ന ഉണങ്ങിയതും പച്ചയുമായ കുറെ മുളകൾ ബലമുള്ള വള്ളികൾ കൊണ്ട് വലിച്ചു കെട്ടി പുഴയിലേക്ക് അത് തള്ളിയിറക്കി. അതിൽ കുറെ വള്ളിച്ചെടികൾ വലിച്ചിട്ടിട്ട് സീതാദേവിയെ അതിലിരുത്തി. അങ്ങനെ രണ്ടാളും ചങ്ങാടം പോലെ കെട്ടിയുണ്ടാക്കിയതിലൂടെ നദിയുടെ മറുകരയിൽ ഒരു വിധമെത്തി. പുഴ കടന്ന് ചെന്നെത്തിയത് ഒരു മഹാവനത്തിലായിരുന്നു. ഭരദ്വാജ മുനി പറഞ്ഞുകൊടുത്ത അടയാള സ്ഥലങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല. എങ്കിലും അവർ ഒരു പർവ്വത പ്രദേശത്തേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കി. ഇടതങ്ങിയ മാമരങ്ങളും ഇടയ്ക്കിടയ്ക്ക് കുറ്റിക്കാടുകളും പാറക്കെട്ടുകളും കാട്ടരുവികളും ഒക്കെ ഉണ്ട്. അങ്ങനെ പോകുന്ന അവസരത്തിൽ ഏതാണ്ട് ഉച്ച തിരിഞ്ഞപ്പോഴേക്കും മുൻപിൽ നടന്നിരുന്ന ലക്ഷ്മണൻ ദൂരെ ഒരു നദീതടം കാണിച്ചിട്ട് പറഞ്ഞു, ആ കാണുന്ന പുഴയാകും ചേട്ടാ മന്ദാകിനി. ശരിയാകും. എത്ര തരം പുഷ്പങ്ങളാണ് അവിടെ. ആ പുഴയുടെ കരയ്ക്ക് എത്ര മാനുകളാണ് മേയുന്നത്. ഏതായാലും ഇത് മനോഹരമായ സ്ഥലമാണ് എന്ന് സീതാദേവിയും പറഞ്ഞു. രാമൻ സംശയം തീർത്തു കൊടുത്തു. ഇത് തന്നെയാണ് ആ മുനി പറഞ്ഞ ഭരദ്വാജ മുനി പറഞ്ഞ ചിത്രകൂടാശ്രമ പ്രദേശം, ചിത്രകൂട പ്രദേശം. കണ്ടില്ലേ, നാം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ വിശാലമായ പരന്നു കിടക്കുന്ന അവിടെ നട്ടുപിടിപ്പിച്ച പോലെ വലിയ ഫലവൃക്ഷങ്ങളും പൂമരങ്ങളുമുള്ള ഈ മനോഹരമായ സ്ഥലം, ഇത് പണ്ട് ഏതോ ഒരു തപോവനമായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് രാമദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ അങ്ങ് അകലെ കാണുന്ന ആ മലയായിരിക്കും ചിത്രകൂട മല. നമുക്ക് അവിടെ തന്നെ ഒരു പർണശാല കെട്ടിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ ഉടനെ തന്നെ കൊണ്ടുവന്നിരുന്ന കത്തി എടുത്തിട്ട് വേണുന്ന സ്ഥലം വൃത്തിയാക്കിക്കൊണ്ട് അവിടെ പുല്ലുകളും കുറ്റിപ്പൊന്തകളും ഒക്കെ വെട്ടി നീക്കി 3 പേരും കൂടി അവിടെ ഒരു പർണശാല കെട്ടുവാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനുശേഷം അപ്പോഴത്തേക്കും സന്ധ്യയാകുന്നു. അവർ അവിടെ തന്നെ ആ രാത്രിയിൽ വിശ്രമിച്ചു. പിറ്റേ ദിവസം വീണ്ടും പർണശാലയുടെ ബാക്കി പണികളും തീർത്തു. അങ്ങനെ പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു മുറിയും ഒരു കോലായുമുള്ള ഒരു ആശ്രമം പോലെ ഉള്ള ഒരു വീട്. സീതാദേവിക്ക് പൂന്തോട്ടമുണ്ടാക്കാൻ ആവശ്യത്തിന് സ്ഥലം ആശ്രമത്തിന് മുൻപിൽ ചെത്തി വൃത്തിയാക്കി കൊടുത്തു ലക്ഷ്മണൻ. ഒരു കൊച്ചു മുറ്റം തയ്യാറാക്കി. അങ്ങനെ അവർ ആ ആശ്രമം
രാജ്യത്തിൽ അവർ പാർക്കുവാനും തുടങ്ങി. ഇനിയും അയോധ്യയിലെ സംഭവങ്ങളുമാണ് നമുക്ക് വിവരിക്കാനുള്ളത്. അയോധ്യയിൽ ദശരഥ മഹാരാജാവ് കൗസല്യ മാതാവിൻ്റെ പള്ളിക്കട്ടിലിൽ കൗസല്യയുടെയും സുമിത്രയുടെയും പരിചരണത്തിന് കീഴിൽ വളരെ അത്യന്തം അവശനിലയിൽ പിച്ചും പേയുമൊക്കെ പറഞ്ഞ് കിടക്കുകയാണ്. അതിനുശേഷം ഒഴിഞ്ഞ രഥവുമായി രാജധാനിയിൽ തിരിച്ചെത്തി മഹാരാജാവിനെ കാണാൻ ചെന്ന സുമന്ത്രന്റെ വാടിയ മുഖം കണ്ടപ്പോൾ ദശരഥൻ പൂർവാധികം ദുഃഖാർത്ഥനായി ഒന്നും മിണ്ടാനാവാതെ കണ്ണുനീരും വാർത്ത് അങ്ങനെ കിടന്നു. അല്പനേരം കഴിഞ്ഞ് കുറച്ച് ആശ്വാസം കിട്ടിയപ്പോൾ ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചു, എൻ്റെ മക്കൾ എന്തിയേ സുമന്ത്രരെ? നീ മടങ്ങിപ്പോരുമ്പോൾ അവരെന്താണ് എന്നോട് പറയാൻ ഏൽപ്പിച്ചത്? അപ്പോൾ സുമന്ത്രർ പറയുകയാണ്, മഹാരാജാവേ, രാമചന്ദ്രൻ അവിടുത്തോടും അമ്മയോടും പിന്നെ മറ്റു ഗുരുജനങ്ങളോടും എല്ലാവരോടും അദ്ദേഹത്തിന് നമസ്കാരം അറിയിക്കുവാൻ പറഞ്ഞു. അമ്മ എപ്പോഴും അച്ഛൻ്റെ അരികത്ത് തന്നെ ഉണ്ടാകണമെന്നും പറഞ്ഞു. ലക്ഷ്മണകുമാരൻ പറഞ്ഞത് ഏട്ടനെ വനവാസത്തിനയച്ചത് കാരണം തനിക്ക് അച്ഛനോടുള്ള ബഹുമാനം കുറഞ്ഞിരിക്കുന്നു എന്നാണ്. ജാനകി ദേവി നിറഞ്ഞ കണ്ണുകളോടെ ആദ്യം രാമചന്ദ്രന്റെ മുഖത്തേക്കും പിന്നെ തേരിന്റെ നേർക്കും നോക്കി നിന്നതേയുള്ളൂ. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മഹാരാജാവ് അധികം അവശനാകുവാൻ തുടങ്ങി. തൻ്റെ അന്ത്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ചെറുപ്പകാലത്ത് നടന്ന പല സംഗതികളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പൊന്തി വന്നു. അങ്ങയ്ക്ക് പുത്രദുഃഖത്താൽ മരിക്കേണ്ടി വരും, മരിക്കുമ്പോൾ പുത്രന്മാരാരും അരികത്തുണ്ടാവില്ല എന്നുള്ള ആ അന്ധനായ മുനിയുടെ ശാപവാക്കുകൾ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നതായി തോന്നി. ഭയം അദ്ദേഹത്തെ വിഴുങ്ങുന്നത് പോലെ തോന്നി. സമനില തെറ്റുവാൻ തുടങ്ങി. പതുക്കെ രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് ദശരഥ മഹാരാജാവ് അന്ത്യശ്വാസം വലിച്ചു. അപ്പോൾ ദശരഥന് ശാപം കിട്ടിയ ഒരു കഥയുണ്ടായിരുന്നു. നായാട്ടിനായി പോയപ്പോൾ വന്യമൃഗങ്ങളെ വേട്ടയാടുവാനൊന്നും കിട്ടാതെ ഇങ്ങനെ അധിക നേരം അദ്ദേഹം കാത്തിരിക്കുമ്പോൾ രാത്രിയിൽ ഒരു കുടത്തിൽ വെള്ളം എടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആന തുമ്പിക്കരത്തിൽ വെള്ളം എടുക്കുന്നതാണെന്ന് കരുതി ശബ്ദം കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം അമ്പ് ചെയ്യുകയും അപ്പോൾ കരഞ്ഞുകൊണ്ടൊരു മനുഷ്യക്കുട്ടിയുടെ കരച്ചിലാണ് കേട്ടത്. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു മുനികുമാരൻ്റെ നെഞ്ചിൽ ആ ശരം തറച്ചിരിക്കുകയാണ്. അവൻ കുടത്തിൽ വെള്ളമെടുക്കാൻ വന്നതാണ്. അവൻ്റെ കണ്ണ് കാണാത്ത അച്ഛനും അമ്മയും താപസന്മാരായ അവർക്ക് അവനേ ഉള്ളായിരുന്നു ഏക ആശ്രയം. അങ്ങനെ ആ കുട്ടി ഈ വെള്ളം എടുത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുക്കൂ മഹാരാജനെന്ന് പറഞ്ഞ് അവൻ്റെ ദേഹത്തുനിന്ന് നമ്പൂരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ കുട്ടി മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജാവ് ഈ അന്ധനായ അച്ഛനമ്മയെ കാണുവാൻ വേണ്ടി താപസന്മാർക്ക് വെള്ളം കൊണ്ട് ചെന്നപ്പോൾ കാൽപെരുമാറ്റം കേട്ടുണ്ട്. എന്താ മകനെ നീ ഇത്രയും വൈകിയതെന്ന് ഈ അന്ധനായ മുനി ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങയുടെ മകനല്ല, അങ്ങയുടെ മകൻ എൻ്റെ കയ്യാൽ ഇങ്ങനെ അബദ്ധത്തിൽ മരിച്ചുപോയി എന്നുള്ള വിവരം പറഞ്ഞു. അപ്പോൾ രാജാവ് എൻ്റെ മകൻ്റെ ശരീരം എവിടെയാണെന്ന് കൊണ്ട് കാണിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടി മരിക്കുന്നതിന് മുമ്പ് പറയും, ഞാൻ ബ്രാഹ്മണനല്ലാത്തത് കൊണ്ട് ബ്രഹ്മഹത്യാ ശാപം അങ്ങേക്ക് ഏൽക്കില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ആ അന്ധരായ അച്ഛനമ്മമാരുടെ വളർത്തുമകനായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ശവശരീരം മുനിയെയും ഭാര്യയെയും കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ദേഹത്ത് തഴുകി കരഞ്ഞുകൊണ്ട് ഒരുപാട്, ഇനി ഞങ്ങൾക്ക് ആരുണ്ട്, അന്ധരായ ഞങ്ങളുടെ കണ്ണായിരുന്നല്ലോ മകനെ നീ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഇട്ട് രാജാവിനോടൊരു ചിത കൂട്ടാൻ ആവശ്യപ്പെടുന്നു. ആ ചിത കൂട്ടിയിട്ട് മകൻ്റെ ജഡം അതിൽ വെച്ചിട്ട് ആ അഗ്നിയിൽ തന്നെ ഈ മുനിയും ഭാര്യയും മരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ മുനി രാജാവിനെ ശപിക്കുന്നുണ്ട്, അങ്ങും ഇതുപോലെ പുത്രദുഃഖത്താൽ തന്നെ മരിക്കേണ്ടി വരുമെന്ന്. ആ ശാപം ഇപ്പോൾ ആഗതമായിരിക്കുന്നു. അങ്ങനെ ആഗതമായ ആ ശാപമാണ് രാമൻ്റെ വിയോഗത്താൽ തന്നെയുമല്ല മറ്റു മക്കൾ ആരുമില്ലാതെ ദശരഥ മഹാരാജാവ് അവിടെ മരണപ്പെടുകയാണ്, അന്ത്യശ്വാസം വലിച്ചു. മഹാരാജാവ് മരിച്ചത് മറ്റാരും അറിഞ്ഞില്ല. കൗസല്യ മാതാവും സുമിത്രയും ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. രാമൻ പോയതിന് ശേഷം 4-5 ദിവസമായി തീരെ അവർ ഉറങ്ങിയിട്ടില്ല. 6-ാം ദിവസമായ അന്ന് അവർ തളർന്ന്
വീണുറങ്ങിപ്പോയി. പരിചാരകരും അറിഞ്ഞില്ല. അവരും അറിയാതെ ഉറങ്ങിപ്പോയി. പുലരാൻ കാലത്ത് പതിവനുസരിച്ച് തുയിലുണർത്തുവാൻ വേണ്ടി ആളുകൾ ചെന്ന് നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഉടനെ എല്ലാവരും കൊട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് നെഞ്ചത്തടിച്ചു നിലവിളിയും കരച്ചിലും ഒക്കെ തുടങ്ങി. ക്ഷണനേരം കൊണ്ട് രാജധാനി മാത്രമല്ല, നഗരം മുഴുവനും ദുഃഖത്തിന്റെ ഒരു കരിമ്പടത്തിൽ മൂടപ്പെട്ടു. അയോധ്യയുടെ ദുഷ്ടകാലം അങ്ങനെ അവിടെ എന്നല്ലാതെ എന്തു പറയാനാണ്? രാമന്റെ അഭാവത്തിലുള്ള ദുഃഖത്തിന്റെ ആ തീയ് നീറിപ്പുകയുമ്പോൾ തന്നെ അതാ മഹാരാജാവ് കാലഗതി പോകുന്നു. അതാണ് നമ്മുടെ വിധി വൈപരീത്യം എന്ന് പറയുന്നത്. നമ്മുടെ അസത്യമായിട്ടല്ല, അധർമ്മമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യത്തോ കുടുംബത്തിലോ എവിടെ നടന്നാലും അതിനുടൻ തന്നെ ഒരു ദുഷ്കർമ്മ ഫലം അവിടെ ഉണ്ടാകും. ധർമ്മത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ ധർമ്മത്തെ തോൽപ്പിക്കുമ്പോൾ ഉടൻ തന്നെ ധാർമ്മികമായ എന്തെങ്കിലും അവിടെ മറ്റൊരു സംഭവം അവിടെ നടന്നിരിക്കും. അത് വളരെ കാലത്തിൻ്റെ വളരെ ശരിയായ ഒരു കർമ്മമാണത്. അങ്ങനെ ദുഃഖത്തിന് മീതെ പിന്നെയും പിന്നെയും ദുഃഖം, കുഴപ്പങ്ങൾ വേറെയും അങ്ങനെ തലപൊക്കുന്നു. മഹാരാജാവിൻ്റെ ജഡം ഈ നിലയ്ക്ക് വെച്ചാൽ പറ്റില്ലല്ലോ. വസിഷ്ഠ മഹർഷി പറയുന്നു, എണ്ണത്തോണിയിൽ രാജാവിൻ്റെ ജഡം കേടുവരാതെ സൂക്ഷിക്കുവാൻ അത് സുഗന്ധദ്രവ്യങ്ങൾ തയ്യാറാക്കിയ എണ്ണത്തോണിയിൽ കിടത്തു എന്ന് പറയുന്നു. അങ്ങനെ എണ്ണത്തോണിയിൽ അദ്ദേഹത്തിൻ്റെ ജഡം സൂക്ഷിച്ചു. അതിനുശേഷം ഭരതനെയും ശത്രുഘ്നെയും വരുത്തുവാൻ കേകയ രാജ്യത്തേക്ക് വളരെ വേഗതയുള്ള കുതിരയുടെ പുറത്ത് ദൂതന്മാരെ അയക്കുകയാണ്. ഭരതൻ അമ്മാവന്റെ രാജധാനിയിൽ കൂട്ടുകാരുമൊത്ത് നായാടിയും രസം പറഞ്ഞും ഒക്കെ കഴിയുകയാണ്. കളിച്ചും രസിച്ചും ഇരിക്കുന്ന അവസരത്തിലാണ് ഒരു ദുസ്വപ്നം കാണുകയാണ്. അച്ഛൻ്റെ മുടി ചിന്നിച്ചിതറി വാടിക്കരിഞ്ഞ മുഖവുമായി പ്രാകൃത വേഷത്തിൽ തപ്പിത്തടഞ്ഞ് ഒരു മലമുകളിലേക്ക് കയറുന്നു. എന്നിട്ട് ഒരു എണ്ണക്കുളത്തിലേക്ക് അച്ഛൻ വീഴുന്നു. അമ്പിളിക്കല പൊട്ടിത്തകർന്ന് വർണ്ണങ്ങളായി കുറേ താഴേക്ക് വീഴുന്നു. അങ്ങനെ കുറേ വിചിത്രമായ സ്വപ്നമൊക്കെ ഭരതൻ കാണുന്നുണ്ട് അവിടെ വെച്ച്. അപ്പോൾ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഭരതൻ ഞെട്ടി ഉണരുകയാണ്. ആ സ്വപ്നത്തിൻ്റെ അവസാനം ആ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ കണ്ണുമുമ്പിൽ നടന്നതെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നേരം പുലർന്നിരിക്കുന്നു. ഉടനെ തന്നെ ഒരു പരിചാരകൻ വന്ന് പറയുകയാണ്, അങ്ങയെ കാണാൻ ഒരു ദൂതൻ കാത്തു നിൽക്കുന്നു എന്ന്. അങ്ങനെ ഭരതനെ കണ്ടയുടൻ അയോധ്യയിൽ നിന്ന് ചെന്ന് കാത്തു നിന്നിരുന്ന ദൂതൻ അറിയിച്ചു, ഭരത രാജകുമാരനെ അടിയന്തരമായി അയോധ്യയിലേക്ക് വിളിക്കുന്നു, വേഗം പുറപ്പെട്ടാലും എന്ന്. അപ്പോൾ കേകയ രാജാവിനെയാണ് ആദ്യം വിവരമറിയിച്ചത്. അവർ മുഖാന്തരമാണ് ഭരതൻ വിവരമറിഞ്ഞത്. ഭരതൻ ഒന്നും ചോദിക്കാനോ പറയാനോ തോന്നിയില്ല. കേട്ടപാടെ അകത്തുപോയി ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ട് വേണ്ടപ്പെട്ടവരോടൊക്കെ യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. 7-ാം ദിവസം അവരുടെ തേർ നഗരത്തിൽ പ്രവേശിച്ചു. ഭരതൻ അന്ധാളിച്ചുപോയി. എന്തുപറ്റി തൻ്റെ നാടിന്? താൻ പോയപ്പോഴത്തെ സ്ഥിതിയൊന്നും അല്ലല്ലോ ഇപ്പോൾ ചുറ്റും കാണുന്നത്. എപ്പോഴും ആളുകളുടെ തിക്കും തിരക്കും ബഹളവുമായിരുന്നു. തെരുവുകളെല്ലാം വിജനവും നിശബ്ദവുമാണല്ലോ. വ്യാപാര കേന്ദ്രങ്ങളും അങ്ങാടി വാണിഭങ്ങളും എല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്നു. എന്തുപറ്റി? എവിടെയും ഒരു ശ്മശാന മൂകത തളം കെട്ടി നിൽക്കുന്നല്ലോ. നേരെ ചെന്ന് രാജാങ്കണത്തിൽ തേരിറങ്ങി. എല്ലാം ശൂന്യമായി കിടക്കുന്നു. എവിടെയും ആരെയും കാണാനില്ല. ഇടയ്ക്കും തലയ്ക്കും കാണപ്പെടുന്നവരൊക്കെ മ്ലാനവദനരും ചേതനാരഹിതരും ആണ്. സംഗതികളൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭരതൻ ധൃതിയിൽ അമ്മയുടെ ഗൃഹത്തിൽ ചെന്ന് കയറി. അവിടെ മാത്രം സന്തോഷത്തിന്റെ വെളിച്ചം അല്പം കണ്ടു. മകനെ കണ്ടയുടനെ കൈകേകി മുഖം നിറയെ പുഞ്ചിരിയുമായി സ്വാഗതം ചെയ്തുകൊണ്ട് അന്വേഷിച്ചു, ഉണ്ണി, ഭരത, വഴിക്ക് തകരാറൊന്നും ഉണ്ടായില്ലല്ലോ? അവിടെ അമ്മാവനും കുടുംബത്തിനും എല്ലാം സുഖം തന്നെയല്ലേ? അതൊക്കെ നിൽക്കട്ടെ അമ്മേ. ഭരതൻ വളരെ അക്ഷമനായി ചോദിക്കുകയാണ്, എന്തു പറ്റിയമ്മേ നമ്മുടെ നാട്ടിന്? സന്തോഷം അലയടിച്ചിരുന്ന ആ രാജപാതയും കൊട്ടാര പരിസരവുമൊക്കെ ശൂന്യവും മൂകവുമായിട്ട് കാണുന്നല്ലോ അമ്മേ. അച്ഛൻ എവിടെ? അച്ഛനെ കാണുന്നില്ലല്ലോ. എന്താണ് സംഭവിച്ചത്? പരിഭ്രമിക്കാതെ മകനെ,
കൈകേയി പറയുകയാണ്, അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും എല്ലാവരും ഒരിക്കൽ എത്തേണ്ട ആ പരമമായിട്ടുള്ള ലോകത്തിലേക്ക് അച്ഛനും അവിടെ എത്തി മോനെ. അപ്പോഴാണ് ഭരതൻ അച്ഛൻ മരിച്ചു എന്നുള്ള ആ സത്യം മനസ്സിലാക്കുന്നത്. അയ്യോ അച്ഛാ എന്ന് വിലപിച്ചുകൊണ്ട് ഭരതൻ ബോധം നഷ്ടപ്പെട്ട് വീഴുകയാണ്, മൂർച്ഛിച്ച് വീഴുകയാണ്. കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ പിന്നെയും ഓരോന്നോർത്ത് പറഞ്ഞ് കരയുവാൻ തുടങ്ങി. അച്ഛൻ എന്നെ വളരെ അടിയന്തരമായി ആളയച്ച് വിളിച്ചപ്പോൾ എന്തെങ്കിലും ഉത്സവമോ യാഗമോ എന്തെങ്കിലും ആയിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ഓർത്തത്. എന്നിട്ടിപ്പോൾ അച്ഛൻ തന്നെ ഇല്ലല്ലോ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയെ ചേർത്ത് പിടിച്ച് കരയുകയാണ്. അപ്പോൾ അച്ഛന് വല്ല സുഖക്കേടുമുണ്ടായിരുന്നോ അമ്മേ? എങ്ങനെയാണ് അച്ഛൻ മരിച്ചത്? അച്ഛൻ മരിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? അച്ഛൻ എന്തൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്? എല്ലാം എന്നോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, അച്ഛന് വിശേഷിച്ചൊരു അസുഖവും ഉണ്ടായിരുന്നില്ല മോനെ. മരിക്കുന്ന സമയത്തോളം അദ്ദേഹം രാമ രാമ ലക്ഷ്മണ സീതേ എന്നൊക്കെ വിളിച്ച് കരയുകയായിരുന്നു. അപ്പോൾ വളരെ അത്ഭുതത്തോടുകൂടി ഞെട്ടലോടുകൂടി ഭരതൻ ചോദിക്കുകയാണ്, അപ്പോൾ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും ലക്ഷ്മണനും ഒന്നും ഇവിടെ അച്ഛന്റെ മരണസമയത്ത് ഉണ്ടായിരുന്നില്ലേ? ഇല്ല എന്ന് പറഞ്ഞിട്ട് കൈകേയി താൻ വരം അഭ്യർത്ഥിച്ചത് മുതൽ വനവാസത്തിന് ശ്രീരാമചന്ദ്രൻ പോയത് വരെയുള്ള കാര്യങ്ങൾ വിവരിച്ച് കേൾപ്പിക്കുകയാണ്. ഇനി ഭരത ഉണ്ണി, ഇനി നമുക്ക് ആരുടെയും ഒരു ഒത്താശയ്ക്ക് നിൽക്കേണ്ട കാര്യമില്ല. ഈ രാജ്യം നിന്റേതാണ്. നിനക്ക് അയോധ്യയിലെ സിംഹാസനം സ്വന്തമായി കഴിഞ്ഞു മോനെ എന്ന് അമ്മ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഭരതൻ അത്യധികം കോപത്തോടുകൂടി അമ്മയുടെ നേരെ അലറി പറയുകയാണ്, നിർത്തൂ, നിങ്ങളൊരു അമ്മ തന്നെയാണോ? ഒരു മകൻ സന്തോഷമായി ഇരിക്കേണ്ടത് അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ്. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇത്രയും വളരെ മൂർഖയായ സ്ത്രീയായിരുന്നോ? നിങ്ങളുടെ വയറ്റിൽ ജനിച്ച എനിക്ക് എന്ത് പാപമാണ് എനിക്ക് ഉണ്ടാകേണ്ടത്? ഞാൻ ഏതോ വലിയ നരകത്തിൽ ചെന്ന് പതിക്കേണ്ട ആളാണ്. എന്റെ ഹൃദയം ആകെ തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അമ്മയുടെ നേരെ ദേഷിക്കുകയാണ് ഭരതൻ. അങ്ങനെ ആ ദേഷ്യം സഹിക്കാൻ വയ്യാതെ പൊട്ടിത്തെറിച്ച പോലെ ചാടി എണീറ്റിട്ട് ഭരതൻ പറയുകയാണ്, അച്ഛന്റെ ജീവനായിരുന്ന ഏട്ടനെ അദ്ദേഹത്തിൽ നിന്നും അകറ്റിയത് കാരണമാണ് അച്ഛൻ മരിച്ചത്. അതിന് ഉത്തരവാദി നിങ്ങളാണ്. സ്വന്തം ഭർത്താവിനെ കൊന്ന മഹാപാപിയാണ് നിങ്ങൾ. രാജകുടുംബത്തിൽ ജനിച്ചു വളർന്ന നിങ്ങൾക്ക് മൂത്ത പുത്രനാണ് കിരീടാവകാശി എന്ന് അറിഞ്ഞുകൂടെ? ഏട്ടനെ വിചാരിച്ച് ഞാനിപ്പോൾ അധികമൊന്നും പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, നിങ്ങളുടെ ദുരാഗ്രഹം സാധിക്കാൻ പോകുന്നില്ല. ഞാനിതാ പോവുകയാണ്. എവിടെയായാലും ശരി തിരഞ്ഞു പിടിച്ച് ഞാൻ ഏട്ടനെ തിരിച്ചു കൊണ്ടുവരും. അതിന്റെ കൂടെ തന്നെ ഭരതൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകനായി ജനിച്ചത് കാരണം ഞാൻ എന്തെങ്കിലും കളകൂടെ വിഷം കഴിച്ചു മരിക്കും, ഇല്ലെങ്കിൽ കത്തിയെടുത്ത് എന്റെ കഴുത്ത് അറുത്ത് മരിക്കും, അല്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും. ഇതാണ് നിങ്ങളുടെ മകനാകുന്നതിനേക്കാൾ ഏറ്റവും ഭേദം എന്നൊക്കെ പറയുന്നു. അതിനുശേഷമാണ് ഞാൻ ജ്യേഷ്ഠനെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് ശപഥം ചെയ്യുന്നത്. ഭരതന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടിട്ട് മന്ത്രിമാർ, പുരോഹിതന്മാർ തുടങ്ങിയ ഒരുപാട് ആളുകൾ പുറത്ത് തടിച്ചുകൂടിയിരുന്നു. അമ്മയോടുണ്ടായ ദേഷ്യം കുറച്ച് ശമിച്ചപ്പോൾ ഭരതൻ പുറത്തേക്ക് ചെന്ന് അവരോടെല്ലാമായി പറയുകയാണ്, ആദ്യമായി ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഇവിടെ നടന്ന അനീതിപരവും അനാശാസ്യവുമായ പല സംഭവങ്ങളും സംഭവങ്ങളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അതിനുശേഷം വലിയമ്മയെ കാണാനായിട്ടാണ് ഭരതൻ പോയത്. എന്നാൽ തന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിട്ട് ഭരതനെ കാണാൻ കൗസല്യയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വഴിക്ക് വെച്ച് രണ്ടുപേരും തമ്മിൽ കണ്ട ഉടനെ തന്നെ കുറച്ചൊരു പരിഭവസ്വരത്തിൽ കൗസല്യ പറയുകയാണ്, മോനെ ഭരത, നീ ഇപ്പോൾ രാജാവായി. ഇനി ഈ ദുഃഖിതയായ വലിയമ്മയെ എന്റെ രാമന്റെ അടുത്തേക്ക്
കൊണ്ടുചെന്നാക്കാമോ മകനെ എന്ന് ചോദിക്കുകയാണ്. ഭരതന് വലിയമ്മയുടെ ഈ ഉള്ളിൽ തറയ്ക്കുന്ന മുള്ളുവാക്ക് കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും മിണ്ടാനാവാതെ അദ്ദേഹം നിൽക്കുകയാണ്. കൊഴിഞ്ഞു വീഴുന്ന പൂവിനെ പോലെ ആ ദേവിയുടെ മുമ്പിൽ കമഴ്ന്നടിച്ചു വീണ് കരയുകയാണ്. എന്നിട്ട് അവരുടെ കാലിൽ പിടിച്ചുകൊണ്ടൊരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. കൗസല്യക്ക് വളരെ വിഷമമായി. പശ്ചാത്താപത്തിന്റെ കണ്ണുനീരോടുകൂടി പെട്ടെന്ന് കുനിഞ്ഞ് ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഉത്തരീയം കൊണ്ട് മുഖം തുടച്ച് സമാശ്വസിപ്പിച്ചു. മകനെ, വലിയമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്, സാരമാക്കണ്ട, വാ നമുക്ക് അകത്തു പോകാം എന്ന് പറഞ്ഞ് അപ്പോൾ ഭരതൻ പറയുന്നു, അമ്മേ, ഞാൻ കൈകേയിയമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്റെ ജ്യേഷ്ഠനാണ് സത്യം, ഞാനിതൊന്നും അറിഞ്ഞ കാര്യമല്ല. ഞാൻ എന്റെ അറിവോടുകൂടിയല്ല ഇവിടെ നടന്നതൊന്നും. എനിക്ക് രാജാവാകേണ്ട, എന്റെ ജ്യേഷ്ഠനാണ് രാജാവാകേണ്ട ആൾ. അങ്ങനെ അടുത്ത ദിവസം മഹാരാജാവിന്റെ ജഡം എണ്ണത്തുണിയിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയ ശേഷം ബന്ധപ്പെട്ട കാർമ്മികന്മാരുടെ നേതൃത്വത്തിൽ ഭരതശത്രുഘ്നന്മാർ യഥാവിധി സംസ്കരിക്കുകയും ഉദകക്രിയകൾ ചെയ്യുകയും ചെയ്തു. 13 ദിവസത്തെ ദുഃഖാചരണവും കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മുനി മന്ത്രിമാരോടും ഉദ്യോഗസ്ഥ പ്രമുഖന്മാരോടും പുരോഹിതന്മാരോടും ഒക്കെ കൂടിയാലോചിച്ച ശേഷം ഭരതനെ സമീപിച്ച് രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി സംസാരിക്കുകയും അരാജകത്വം തടയാൻ അദ്ദേഹം തന്നെ ഭരണഭാരം കൈയേൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഭരതൻ വെട്ടി തുറന്നു പറഞ്ഞു, ഞാൻ എങ്ങനെ അധികാരം കൈയേൽക്കും? എനിക്കതിന് എന്താണ് അവകാശം? അച്ഛന് ശേഷം സിംഹാസനാരോഹണം ചെയ്യേണ്ടത് ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് എന്തെല്ലാമാണ് ഇവിടെ നടന്നത്? സ്വാർത്ഥതയുടെ കുത്തിത്തിരിപ്പുകൾ, വഞ്ചന, ഇതിന്റെയൊക്കെ ഫലമാണോ എന്റെ അഭിഷേകം? ശ്രീരാമചന്ദ്രൻ യാതൊരു അപരാധവും ചെയ്തിട്ടില്ലാത്ത എന്റെ ജ്യേഷ്ഠൻ ഒരു കുറ്റവാളിയെപ്പോലെ പടി കടന്ന് വനത്തിലേക്ക്, ദണ്ഡകാരണ്യത്തിലേക്ക് നാട് കടത്തപ്പെട്ടു. വയസ്സുകാലത്ത് താൻ വഞ്ചിതനായി എന്ന് മനസ്സിലാക്കിയ അച്ഛൻ തന്റെ ഓമന മകനെ കാണാതെ മരിക്കേണ്ടി വന്നു. ഇനിയും നിങ്ങൾ ശ്രമിക്കുന്നത് എന്നെ രാജാവാക്കാനാണോ? ഈ രാജ്യം മോഹത്തിനു വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ വസിഷ്ഠൻ വീണ്ടും പറയുകയാണ്, കുമാര, അരാജകത്വം ഒഴിവാക്കേണ്ടതല്ലേ? അതിനൊരു വഴിയുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി കാട്ടിലേക്ക് പോയി ജ്യേഷ്ഠനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു പോരുക. എന്റെ അമ്മയ്ക്ക് അച്ഛൻ കൊടുത്തതെന്ന് പറയുന്ന പ്രതിജ്ഞ അത് നിറവേറ്റേണ്ടത് ഞാനാണ്. ഞാൻ കാടുവാണുകൊള്ളാം, ഏട്ടൻ തിരികെ വന്ന് നാട് വാഴട്ടെ. ആ വലിയ മഹാമനസ്കതയും ത്യാഗബുദ്ധിയും സഹോദരന്മാരുടെ ആ പരസ്പരമുള്ള സ്നേഹവും എല്ലാം കണ്ടിട്ട് ജനങ്ങളും പുരോഹിതന്മാരും വസിഷ്ഠനുമെല്ലാം ഭരതനെ വനോളം പുകഴ്ത്തി. അങ്ങനെ ഭരത രാജകുമാരന്റെ വനയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ധൃതിയിൽ വിപുലമായ തോതിൽ സംഘടിപ്പിക്കാൻ തുടങ്ങി. വാഹനങ്ങൾ പോകുവാൻ വേണ്ടുന്ന വീതിയിൽ കാട് വെട്ടിത്തെളിച്ച് ചെത്തി വൃത്തിയാക്കി ധാരാളം വിദഗ്ധന്മാരടങ്ങുന്ന 1000 പേരുള്ള ഒരു മുന്നണി സംഘത്തെ മുൻകൂറായി തന്നെ കാട്ടിലേക്ക് അയച്ചു. രാമനെ കൂട്ടിക്കൊണ്ടു വരുവാനുള്ള തന്റെ പരിശ്രമത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ എന്തെന്നില്ലാത്ത ഉത്സാഹത്തോടെ സകലരും മുന്നോട്ട് വന്നു. മഹാറാണിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരുടെ പുത്രഭാര്യമാരും പിന്നെ ബന്ധുമിത്രാദികളായ ഒട്ടേറെ പേരും ഭരത ശത്രുഘ്നന്മാരെ അനുഗമിക്കാൻ തയ്യാറായി. അവരുടെയൊക്കെ ദാസീദാസന്മാരും മറ്റ് ജീവനക്കാരും എല്ലാം ഒരുക്കങ്ങളോടുകൂടി യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. കുലഗുരുവായ വസിഷ്ഠനും മറ്റു പുരോഹിതന്മാരും ബ്രാഹ്മണന്മാരും വിദ്വാൻമാരും പണ്ഡിതന്മാരും മാത്രമല്ല, ഒരുപക്ഷെ രാമൻ പോരാൻ കൂട്ടാക്കാത്തതിനാൽ ന്യായവാദം മുഖേന അദ്ദേഹത്തെ പറഞ്ഞു പാട്ടിലാക്കാൻ കഴിവുള്ള തർക്കശാസ്ത്ര വിദഗ്ധന്മാരും ഭരതന്റെ ആവശ്യപ്രകാരം ആ സംഘത്തിൽ എത്തിച്ചേർന്നു. പിന്നെ പുരവാസികളും പൗരമുഖ്യന്മാരും എല്ലാറ്റിനും പുറമെ ഗ്രാമീണരായ ബഹുജനങ്ങളും രാമനെ ഒരു നോക്ക് കാണാമല്ലോ എന്നോർത്ത് കാട്ടിലേക്ക് പോകാൻ സന്നദ്ധരായി. ഓരോരുത്തരും അവരവരുടെ സ്ഥിതിക്കും പദവിക്കും ഇഷ്ടത്തിനും സുഖത്തിനും അനുസരിച്ച് ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും പല്ലക്കിലും
ഡോലിയിലും മഞ്ചലിലും വണ്ടിയിലും ഒക്കെയായി യാത്ര ആരംഭിച്ചു. ആയിരക്കണക്കിന് ആളുകൾ കാൽനടയായി ആ മഹാസംരംഭത്തിൽ പങ്കുകൊണ്ടു. വഴിക്ക് ഭക്ഷണം കഴിക്കുകയും കിടന്നുറങ്ങുകയും വേണ്ട സാമഗ്രികളൊക്കെ നിറച്ച 100 കണക്കിന് കാളവണ്ടികളും സംഘത്തെ അനുഗമിച്ചു. സംഘത്തിന്റെ രക്ഷയ്ക്കായി 1,00,000 കുതിരപ്പട്ടാളവും 60,000 ഗജവീരന്മാരടങ്ങിയ ഒരു വലിയ സൈന്യ വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. സംഘം ഗംഗാതീരം സമീപിക്കാറായപ്പോൾ ഗുഹൻ ഈ വരവ് കണ്ട് അന്ധാളിച്ചു. പിന്നെ ആ ഭരതന്റെയും സംഘത്തിന്റെയും വരവ് കണ്ട് അന്ധാളിച്ച ആ ഗുഹൻ അവിടേക്ക് കടന്നു ചെല്ലുന്ന ഭാഗത്ത് നമുക്ക് നിർത്താം. ഇനിയും അടുത്ത ഭാഗം വീണ്ടും അടുത്ത ദിവസം നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ എല്ലാവർക്കും ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളിലും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.